നോക്കാം. വാവ് ഗൈസ്, അങ്ങനെ LCD ഇന്റീരിയർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രീമിയം കസ്റ്റമേഴ്സിന് വണ്ടി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടച്ച് ആൻഡ് ഡ്രൈ ആയിട്ടൊരു ഇവന്റ് ആയിട്ടാണ്. ഹൈലക്സ് ഒരു ഡ്രൈവിന് കിട്ടുന്നുണ്ടായിരുന്നു. ജസ്റ്റ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എല്ലാതും കാണാം. സോ ഇതാണ് ഓവറോൾ ഹൈലക്സ് വരുന്നത്. നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ചാനൽ അപ്പ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഒക്കെ നിൽക്കുന്നത് ശരിക്കും ഒരു മാസീവ് സൈസ് ആണ്. ഇതിൻ്റെ ഒരു ഫ്രണ്ട് പ്രൊഫൈല് നമ്മൾ ഫോട്ടോയിൽ കാണുന്ന. ഹായ് ഗായ്സ്, അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് അമാന ടൊയോട്ട തിരൂർ ഷോറൂമിലാണ്. സോ ഇന്ന് ഇവിടെ വരാനുള്ള കാരണം, മെയിൻ റീസൺ ഇത് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. സോ ഇന്ന് ഇവിടെ ഒരു ഇവൻറ്റ് നടക്കുന്നുണ്ട്. പ്രീമിയം കസ്റ്റമേഴ്സ് മീറ്റ് ഒരു ഇവൻ്റാണ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. അപ്പോൾ അകത്തന്നെ അത്യാവശ്യം പ്രീമിയം കാർസ് ഇരുന്നുണ്ട്. സോ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. സോ പുറത്തന്നെ ഒരുപാട് കാർസ് ഉണ്ട് കേട്ടോ. സോ സ്ട്രൈറ്റ് അവേ ഓരോന്നും കാണിച്ചു തരാം. സോ നമുക്കിവിടെ വെൽഫെയർ കാണാൻ സാധിക്കും. ഒരു ഹൈ റൈഡർ ഏതോ സ്പെഷ്യൽ എഡീഷനാണ് കിടക്കുന്നത്. സോ നമ്മുടെ സ്വന്തം ഹൈലക്സും അവിടെ കിടക്കുന്നുണ്ട്. സോ പേഴ്സണലി എൻ്റെ ഒരു ഡ്രീം കാറും കൂടിയാണ് ഈ ഒരു ഹൈലക്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ബ്ലാക്ക് എഡീഷൻ ഹൈലക്സാണ് ഇവിടെ കിടക്കുന്നത്. സോ എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഫുള്ളി ബ്ലാക്ക് ബീസ് നമുക്ക് വിളിക്കാൻ സാധിക്കും ഈ ഒരു ഹൈലക്സിനെ. സോ ഇതാണ് ഹൈലക്സ്. ഒരുപാട് ഫാൻ ബേസുള്ള ഒരു മോഡലും കൂടിയാണ് ഈ ഒരു ഹൈലക്സ് വരുന്നത്. ഇതാണ് ഹൈലക്സിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് ടൊയോട്ട ഹൈലക്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഷോറൂമിൻ്റെ അകത്തോട്ട് കയറാം. അകത്ത് എന്തൊക്കെ കിടന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാം. അങ്ങനെ നമ്മൾ ഷോറൂമിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് എത്തി. സോ നമ്മളങ്ങനെ ഷോറൂമിൻ്റെ അകത്ത് എത്തിയിട്ടുണ്ട്. സോ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ 2 ബീസ്റ്റ് ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് LC300. നമുക്ക് ഒരുപാട് പേരിൽ ഈ ഒരു വെഹിക്കിൾ വിശേഷിപ്പിക്കാൻ സാധിക്കും. മരുഭൂമിയിലെ രാജാവ്, മിഡിൽ ഈസ്റ്റിലെ ഫേവറേറ്റ് കാർ, SUVകളുടെ രാജാവ്, ഓഫ് റോഡ് കിങ്, നമുക്ക് ഒരുപാട് പേരിൽ വിശേഷിക്കാൻ പറ്റിയ ഒരു മോഡലാണ് LC300. സോ ഞാൻ ഒരുപാട് എക്സൈറ്റ്മെൻറ്റോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് കിട്ടുന്നത് ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത്, തൊട്ടടുത്തൊരു LC കിട്ടുന്നത്. സോ അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും എനിക്ക് ഈ വ്ളോഗിൽ ഷെയർ ചെയ്യാൻ പറ്റും. സോ ഇതാണ് LCയുടെ ഒരു എക്സ്റ്റീരിയർ വ്യൂ വരുന്നത്, ഫുൾ ഓവറോൾ ബാക്ക് വ്യൂ. സോ ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് വെൽഫെയറാണ് ഈ കിടക്കുന്നത്. അൾട്രാ ലക്ഷറി പ്രീമിയം വാൻ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു മോഡലാണ്. സോ ഇതാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. ഞാൻ ഇവിടെ ഒരു കൺസൾട്ടൻറ്റിനെ കണ്ട് സംസാരിച്ച സമയത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു മോഡലാണ് ഒരു വെൽഫെയർ വരുന്നത്. സോ ഇനി നെക്സ്റ്റ് നമുക്ക് LC ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. സോ ഇതാണ് ഓവറോൾ LCയുടെ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ. LC300യുടെ ഫ്രണ്ട് പ്രൊഫൈൽ വരുന്നത്. ഗൈസ് നോക്കിൻ്റെ ഒരു ഹെഡ്ലൈറ്റ് ഒക്കെ വ്യൂ നോക്ക്. ഒരു ഐസ് ക്യൂബ് രീതിയിലാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഒക്കെ നിൽക്കുന്നത്. ശരിക്കും ഒരു മാസീവ് സൈസാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ. നമ്മൾ ഫോട്ടോയിൽ കാണുന്ന പോലെ എൻട്രലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ നേരിട്ട് കാണുമ്പോൾ അത്രയും ഭംഗിയാണ് ഇതിൻ്റെ ഒരു LCയുടെ ഓരോ പോർഷൻസ് കാണാനും. സോ നമുക്ക് ഫസ്റ്റ് ടൈം ആയിട്ട് LC ഇൻറ്റീരിയർ കണ്ടു നോക്കാം. വാവ് ഗൈസ്, അങ്ങനെ LCയുടെ ഇൻറ്റീരിയർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ. LC300 ഇൻറ്റീരിയർ. അതിൻ്റെ ഡോർ പേഡ് ഡുവൽ ടോൺ കളറിലാണ് ഡോർ പേഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മെമ്മറി സീറ്റിൻ്റെ കൺട്രോളിങ് യൂണിറ്റ്, പവർ വിൻഡോ കൺട്രോൾസ്, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഇതിൻ്റെ സ്റ്റിയറിംഗ് വീൽ കണ്ടോ. സ്റ്റിയറിംഗ് വീലൊക്കെ നോക്കൂ, അത്രയും ക്വാളിറ്റിയിലാണ് സ്റ്റിയറിംഗ് വീലൊക്കെ വന്നിട്ടുള്ളത്. സോ ഇതാണ് ഇതിൻ്റെ ഒരു സെൻട്രൽ കൺസോൾ വരുന്നത്. 4 വീൽ കൺട്രോളിങ് യൂണിറ്റൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. കപ്പ് ഹോൾഡേഴ്സ്. ഇതാ LCയുടെ കീ വരുന്നത്. ഈ ഒരു കീ സ്വന്തമാക്കാൻ അത്യാവശ്യം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ ഈ ഒരു കീ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുള്ളൂ. സോ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുന്നത് LC ലാൻഡ് ക്രൂസറിൻ്റെ ബാഡ്ജിങ്ങോട് വരുന്നൊരു കീ ആണ് കൊടുത്തുള്ളത്. സോ നമുക്കത് അവിടെ വെക്കാം. സോ ഇനി ഡോറുണ്ട് ക്ലോസ് ചെയ്തിട്ട് ഇതിൻ്റെ സെക്കൻഡ് റോ കണ്ടു നോക്കാം. വാവ്, അപ്പോൾ LCയുടെ സെക്കൻഡ് റോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഒരു ലക്ഷറി ഫീലോട് ഒരു ഇൻറ്റീരിയർ കാണുമ്പോൾ തന്നെ. അത്യാവശ്യം കൺട്രോളിങ് യൂണിറ്റൊക്കെ ഇവിടെ കാണുന്നുണ്ട്. AC കൺട്രോളിങ്ങും ചാർജിങ് സോക്കറ്റും എല്ലാം നമുക്കവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫയൽ പോക്കറ്റ് വരുന്നുണ്ട്. ബാക്കിൽ 2 ഡിസ്പ്ലേസ് വരുന്നുണ്ട്. എൻ്റർടൈൻമെൻറ്റിൻ്റെ ഡിസ്പ്ലേസ് വന്നുള്ളത്. ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സും കണ്ടോ, കപ്പ് ഹോൾഡേഴ്സും നമുക്ക് വരുന്നുണ്ട്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് റോ വരുന്നത് LC300ൻ്റെ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എത്ര പേര് LCയുടെ ഫാൻസ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ LCയുടെ ബാക്ക് പ്രൊഫൈൽ ലാൻഡ് ക്രൂസറിന് വലിയൊരു ബാഡ്ജും കൊടുത്തിട്ടുണ്ട്. ടൊയോട്ടയുടെ വലിയൊരു ലോഗോ കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്.
ഇതാണ് സാക്ഷാൻ ലാൻഡ് ക്രൂയിസർ വരുന്നത്. ഇനി നമുക്കിവിടെ വെൽഫെയർ കണ്ടിട്ടുണ്ട്. വെൽഫെയറോട്ട് പോവുകയാണെങ്കിൽ കണ്ടോ, ഫുള്ളി ഒരു ബ്ലാക്ക് തീമിലേറെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ ടച്ച് പാഡ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ കൺട്രോളിങ്ങും നമുക്ക് ടച്ച് പാഡിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതിൽ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണതും സീറ്റ് മസാജിങ് യൂണിറ്റും ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും ആ ഒരു ഇതിൽ. പിന്നെ വെന്റിലേറ്റഡ് സീറ്റാണ്. സീറ്റ് കൺട്രോളിങ് ഇതുണ്ടോ, നമുക്ക് സ്ലൈഡ് ചെയ്യാൻ ഓപ്ഷൻ കൂടിയുണ്ട്. ഇവിടെ നടക്കുന്ന ഇവൻറ്റ് ഇതാണ് വരുന്നത്. കണ്ടോ, ഇവിടെ നമുക്ക് കുറച്ച് എൻ്റർടൈൻമെൻറ്റ് പോർഷൻസ് കാണാൻ സാധിക്കും. കസ്റ്റമർ സീറ്റിൽ നിന്ന് സംസാരിക്കാനുള്ള പോർഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചില്ലാവണ കുറച്ച് ടീ ഐറ്റംസും നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ അവിടെ ടൊയോട്ട ക്യാമറി ഒക്കെ എടുക്കുന്നുണ്ട്. ഒരു പ്രീമിയം സെഡാൻ സെഗ്മെൻറ്റ് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു കാറാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് എൻ്റെ കണ്ണ് പോയത് ഒന്നിലേ ഉള്ളൂ, ഈ ഒരു ലാൻഡ് ക്രൂസറിലാണ്. വന്നപ്പോൾ മുതൽ ഞാൻ ഫുള്ള് ലാൻഡ് ക്രൂസറിനെ ചുറ്റി പറ്റിങ്ങനെ നടക്കുകയാണ്. കാരണം ലാൻഡ് ക്രൂസർ ഒന്ന് കയറണം, ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ബിഗ് താങ്ക്സ് ടു അമാന ടൊയോട്ട തിരൂർ. അവരാണ് ഇന്ന് ഇൻവൈറ്റ് ചെയ്തത് ഈ ഒരു ഇവൻറ്റിന്. സോ എനിക്ക് ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടു ഈ ഒരു ലാൻഡ് ക്രൂസർ. സോ ഇനി നമുക്ക് ത് ടൊയോട്ട ക്യാമറയാണ്. ഇതും അത്യാവശ്യം നല്ലൊരു പ്രീമിയം കാർ കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു കണ്ടപ്പോൾ തന്നെ. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് വരില്ലേ, അതുകൊണ്ട് അങ്ങനെയും പറയാം, നമുക്ക് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നും പറയാം ഈ ഒരു മോഡൽ കണ്ടിട്ട്. സോ ഇതാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ വരുന്നത്. ഒരു ഡുവൽ ടോൺ ഇൻറ്റീരിയർ കേട്ടോ. ഒരു ബ്ലാക്ക് പ്ലസ് ഒരു ബ്രൗൺ ഫിനിഷിലാണ് ഇതിനൊരു ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഒരു ഹൈബ്രിഡ് ടെക്നോളജി എൻജിൻ വരുന്ന ഒരു മോഡലും കൂടിയാണ്. സോ കൊണ്ട് റൂഫ് മാറ്റ് ബ്ലാക്കിലാണ്, ഡുവൽ ടോൺ കളർ, വൈറ്റ് പ്ലസ് ബ്ലാക്ക് ഡുവൽ ടോൺ കളറിലാണ്. ഇതൊക്കെ ഒരു ഫുള്ളി മാറ്റ് ഫിനിഷാണ്. ഇതും ഒരു ഹുഡ് വരുന്നത് മാറ്റാണ്. സോ ഇതാണ് ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ വരുന്നത്. കണ്ടോ, അതിൻ്റെ വീൽസൊക്കെ ശ്രദ്ധിച്ച് നോക്ക്, ഭയങ്കര ഒരു ബ്രൈറ്റിങ് അട്രാക്റ്റീവ് വീൽസാണ് ഇതിൽ കൊടുത്തുള്ളത്. പിന്നെ ഹൈബ്രിഡിൻ്റെ ഒരു ബാഡ്ജ് കാണാൻ സാധിക്കും. സോ ഇതാണ് ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ വരുന്നത്. ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ബാക്ക് പ്രൊഫൈൽ വരുന്നത്. ക്യാമറയിൽ ബാഡ്ജും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഷോറൂമിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാടുണ്ട് കേട്ടോ. കാരണം അത്രയും വെഹിക്കിൾസ് ഇവിടെ വരുന്നുണ്ട്. സോ പുറത്തെ നമുക്ക് ഒരുപാട് വെഹിക്കിൾസ് കാണാൻ സാധിക്കും. സോ നമുക്കിവിടെ ഹൈ റൈഡറിൻ്റെ ഒരു ബ്ലാക്ക് എഡീഷൻ വന്നിട്ടുണ്ട്. കണ്ടോ, ഒരു കിറ്റൊക്കെ കയറ്റി പുതിയൊരു എഡീഷനാണ്. സോ ഇതിൻ്റെ മെയിൻ അട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു 3D മെറ്റീരിയൽ യൂസ് ചെയ്ത ഗ്രിൽ യൂണിറ്റാണ്. കണ്ടോ, ആ ഒരു റെഡ് ഫിനിഷും ഒരു കിറ്റിൽ വരുന്നൊരു മാറ്റങ്ങളാണ് ഇത് വരുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ, ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ വരുന്നത്. സോ ഇവരെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റ് ഡ്രൈവ് ആണെങ്കിലും ബുക്കിംഗ് അവരെ കോൺടാക്ട് ചെയ്യാം. എല്ലാതും നമുക്കിതിൽ അറിയാൻ സാധിക്കും. സോ ഇനി ഇവന്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചറിയാൻ സാർമാർ കിട്ടിയിട്ടുണ്ട്. സാറിന്റെ പേര്? നമസ്കാരം, എൻ്റെ പേര് അനുരാജ്, ഞാൻ സെയിൽസ് ട്രെയിനറാണ്. ഇത് ആഷിർ. എൻ്റെ പേര് ആഷിർ, ഞാൻ ഇവിടുത്തെ സെയിൽസ് ജമ്മാണ്. സാറേ, ശരിക്കും ഈ ഒരു ഇവന്റ് എന്തിനെ കുറിച്ചാണ് ഇവന്റ് വരുന്നത്? ആക്ച്വലി ഈ ഇവൻ്റ് ഒരു പ്രീമിയം കസ്റ്റമർ മീറ്റാണ്. നമ്മളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രീമിയം കസ്റ്റമേഴ്സിന് വണ്ടി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടച്ച് ആൻഡ് ഡ്രൈവ് ആയിട്ടൊരു ഇവൻ്റ് ആയിട്ടാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് ലാൻഡ് ക്രൂസർ ഉണ്ട്, വെൽഫെയർ ഉണ്ട്, അതുപോലെ തന്നെ ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി ഹൈലക്സും അവൈലബിൾ ആണ്. ഒരുപാട് ടെസ്റ്റ് ഡ്രൈവ് വണ്ടികൾ അവൈലബിൾ ആണ്. അത് പ്രീമിയം വണ്ടികൾ മാത്രം, കസ്റ്റമേഴ്സ് എക്സ്പീരിയൻസ് വേണ്ടി. അതെ, എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ശരിക്കും ഇത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ നടത്തേണ്ടത്? അല്ല നമ്മൾ ലാൻഡ് ക്രൂസർ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ ചെയ്യുന്നത്. അതെ, വെൽഫെയറും ക്യാമറയും നമ്മൾ ഓൾറെഡി ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഹൈലക്സ് ഒരു ഡ്രൈവിന് കിട്ടുന്നുണ്ടായിരുന്നു. ജസ്റ്റ് നമുക്ക് വാക്ക് റൗണ്ട് എല്ലാതും കാണാം. സോ ഇതാണ് ഓവറോൾ ഹൈലക്സ് വരുന്നത്. നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് എന്തായാലും നമുക്ക് കാണാം. നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലൊരു മോഡലും കൂടിയാണ് ടൊയോട്ട ഹൈലക്സ് വരുന്നത്. സോ ഇതാണ് ഓവറോൾ ടൊയോട്ട ഹൈലക്സിൻ്റെ ബാക്ക് പ്രൊഫൈല്. ഇവിടെ ഒരു ഹൈഡ്രോളിക്കിൽ കൊടുത്ത കാരണം നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും വിടൂല. ഒരു ലോക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം ടൊയോട്ട ഹൈലക്സ്. 4 വീല് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. കണ്ടോ, അലോവിലൊക്കെ നോക്കൂ. സോ ഇതാണ് ഹൈലക്സിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ വരുന്നത്. പ്രൊജക്ട് LED ലാംപ്സ് ആണ് ഹൈലക്സിന് കൊടുത്തിട്ടുള്ളത്. ഹൈലക്സിന് വലിയ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ടൊയോട്ട വലിയ ലോഗോ, ഗ്രിൽ യൂണിറ്റ്, ഒരു പിയർ ബ്ലാക്ക് ഫിനിഷിനകത്ത് വരുന്ന ഗ്രിൽ യൂണിറ്റാണ് കൊടുത്തുള്ളത്. ഹൈലക്സിൽ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. താഴെ ഫോഗ് ലാംപ്സും കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ വരുന്നത്. സോ നമുക്ക് നേരെ ഒന്ന് ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വരാം. സോ അപ്പോൾ നമുക്ക് നേരെ ഒന്ന് ജസ്റ്റ് ഡ്രൈവ് ചെയ്യാം. ഫസ്റ്റ് ടൈം നമ്മൾ ഹൈലക്സ് ഡ്രൈവ് ചെയ്യണത്. ശരിക്കും ഒരു ഡ്രീം ബക്കറ്റ് ലിസ്റ്റിലൊരു മോഡലാണ് ടൊയോട്ട ഹൈലക്സ് വരുന്നത്.
ശരിക്കും ഒരു ബീസ്റ്റ് എങ്ങനെ ഡ്രൈവ് ചെയ്യണം അതുപോലെയാണ്. അത്യാവശ്യം ഒരു കമാൻഡിങ് പൊസിഷനിലാണ് നമ്മൾ ഇരുന്നോണ്ടിരിക്കുന്നത്. ശരിക്കും ഇത് കുഴി ചാടുന്ന അറിയണില്ലല്ലോ ബ്രോ. ബ്രോ ബെൽറ്റ് ഇട്ടോ ഉണക്കില്ലേ. സോ നമ്മൾ നേരത്തെ ആ റോഡിൽ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് ശരിക്കും ഒരു ഹൈറ്റിൽ ഇരുന്ന് പോണ ഫീൽ ഉണ്ട്. നമ്മൾ ഡ്രൈവ് ചെയ്യണ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. കാല് കൊടുത്ത കേറിയുണ്ട് പോവാ. ചെറിയൊരു ഓഫ് റോഡ് പോലത്തെ ഒരു റോഡ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് സസ്പെൻഷനും നമുക്ക് ഇവിടുന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു സ്റ്റേബിൾ ആയിട്ടുള്ള സസ്പെൻഷനും കൊടുത്തിട്ടുണ്ട്. വല്ലാണ്ട് കുഴി കാര്യങ്ങളും നമുക്ക് ഇതിൽ അറിയാൻ സാധിക്കില്ല. അത്രയും സ്റ്റിഫ് ആയിട്ടുള്ളൊരു സസ്പെൻഷൻ. ശരിക്കും ഒരു ഓഫ് റോഡ് ഫീലിംഗ് വേണമെങ്കിൽ പറയാം ഈ ഒരു റോഡ് യൂസ് ചെയ്യുന്ന സമയത്ത്. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഡ്രീം ലിസ്റ്റിൽ ഒരു കാറാണ് ടൊയോട്ട ഹൈലക്സ് എന്നുള്ളത്. അങ്ങനെ ഫസ്റ്റ് ടൈം ആയിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഹൈലക്സ്. നമ്മൾ വന്നിട്ടുള്ളത് തിരൂരിലൊരു സ്പോട്ടിലാണ്. ന്യൂർ ലേക്ക് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു സ്പോട്ട്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഒരുപാട് മൂവിയുള്ള ലൊക്കേഷനാണ്. ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. പീസ് ആയിട്ടുള്ളൊരു ആംബിയൻസും കണ്ട അത്യാവശ്യം നല്ലൊരു ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണത്. സോ നമ്മൾ ഡ്രൈവ് കഴിഞ്ഞ് ബാക്ക് ടു ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. സോ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ഇവർ കോൺടാക്റ്റിലെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസിന് അവരെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ തിരൂർ ലൊക്കേഷൻ വരും. തിരൂർ താന്നൂർ റോഡിലാണ് ഷോറൂമിൽ ലൊക്കേഷൻ വരുന്നത്. സോ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് എടുത്ത ഹൈലക്സ് ഇതാണ്. ശരിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഹൈലക്സ്. അവിടെയും ഒരു ഹൈലക്സ് എടുക്കാൻ സാധിക്കും. അത് ഫുള്ളി ബ്ലാക്ക്ഡ് ഹൈലക്സ് ആണ് വന്നുള്ളത്. സോ നെക്സ്റ്റ് വീഡിയോ വരുന്നത് ചെറിയൊരു ബ്രേക്ക്. ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക.